നോക്കി വളർത്തിയ വീട്ടുകാർക്കും വേണ്ടേ നിന്റെ പിന്നെ ആര് രക്ഷിക്കാനാ? എന്നത് എനിക്ക് ശരണ്യം സുരേഷ് കുമാർ രണ്ടാൾ നന്നായി ചെയ്തിട്ടുണ്ട്. കാർത്തിക ആദ്യ സിനിമയിൽ എന്താ നന്നായിട്ടുണ്ട്. ഒരുപാട് ചാൻസസ് ഇനി എന്തായാലും വരും. അപ്പൊ എങ്ങനെയാ പറയല്ലേ? ഞങ്ങൾ അവതരിപ്പിക്കുന്ന നാടകം അരങ്ങിലെ ഇരുട്ടറ. നല്ലതായിരുന്നു. സൺഡേ ഫിലിംസിന്റെ ബാനറിൽ സ്ത്രീകൾക്കും സമൂഹത്തിനും നല്ലൊരു മെസ്സേജ് കൊടുക്കുന്ന ഒരു സിനിമ ഞാൻ ചെയ്യുന്നുണ്ട്. പേര് ലീലാ ലോലം. അതൊന്നും കുഴപ്പമില്ല, ഞാൻ ഹെൽപ്പ് ചെയ്യാം. എന്തെങ്കിലും പറ്റിയോ? ഇതിങ്ങനെ വിട്ടാൻ പറ്റൂല. കേസാക്കണം, എന്തായാലും കേസാക്കണം. അങ്ങനെ എന്തെങ്കിലും വേണം, എന്തായാലും കേസാക്കണം. ഇങ്ങനെയുള്ള വൃത്തികെട്ടന്മാരെ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവന്നേ പറ്റുള്ളൂ. ഞങ്ങൾ ഉണ്ടാവും കൂടെ. അതെ. ഇതുപോലത്തെ ആരോപണങ്ങളൊക്കെ സാധാരണമാണ്. ഇറങ്ങി വന്നത് കണ്ടവരുണ്ടല്ലോ. ഞാനല്ല, അവളാണ് അവളെന്നെ കേറി പിടിച്ചത്. അതിനെപ്പറ്റി എനിക്കൊന്നും പറയാനില്ല. എനിക്കൊരു ഷൂട്ടിങ്ങിന് പോകണം, ഞാൻ പോകും. ബ്രേക്കിംഗ് ന്യൂസ്. നടിയെ ആക്രമിച്ച കേസ്. നടൻ സുരേഷ് കുമാറിനെതിരെ നടിയുടെ ആരോപണം. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരം മുട്ടി നടൻ സുരേഷ് കുമാർ കൂടുതൽ അന്വേഷണങ്ങൾക്കായി സിനിമ കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടു. കൈയെത്തുന്നിടത്ത് കണ്ണും, കണ്ണെത്തുന്നിടത്ത് മനസ്സും, മനസ്സെത്തുന്നിടത്ത് ഭാവവും, ഭാവം എത്തുന്നിടത്ത് രസവും ഉണ്ടാവണം. ആക്ഷൻ. ഈ ഐശ്വര്യമണി ചന്ദ്രമാല എന്റെ ജീവിതത്തിൽ അത്ഭുതത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയട്ടെ. പണ്ട് എനിക്ക് തീരെ മുടിയില്ലായിരുന്നു. അപ്പോൾ എന്റെ കൂട്ടുകാരെല്ലാം എന്നെ കളിയാക്കുമായിരുന്നു. അപ്പോൾ എന്റെ ഫ്രണ്ട് രമയാണ് ഈ ഐശ്വര്യമണി ചന്ദ്രമാല എനിക്ക് റെക്കമെൻഡ് ചെയ്തത്. ഇപ്പോൾ എനിക്ക് തല നിറയെ മുടിയാണ്. ഇപ്പോൾ എന്റെ കൂട്ടുകാരും നാട്ടുകാരും എന്നെ മുടിച്ചേ ഈ ഐശ്വര്യമണി ചന്ദ്രമാലയ്ക്ക് വരും 5,999 രൂപ മാത്രം. ഈ നശിച്ച ഒരു വിഗ്. ഈ ആഡ് അഭിനയിച്ചിട്ട് തീരത്തേ ഉള്ളൂ. ഇങ്ങനെ കണ്ട ഓൾ ആഡ് അഭിനയിച്ച് നടന്നോ? ലൈവ് ലൈക്ക് സഞ്ജയന് പറ്റിയൊരു അവസരം വന്നിട്ട് സീമ കമ്മിറ്റി ഞാനിപ്പോ എന്നാ ചെയ്യാനാ? സീമ കമ്മിറ്റി കൊണ്ടുള്ള കാര്യമല്ല. ഒരു പീരീഡ് ആരോപണമായിട്ട് അങ്ങ് ചെന്നാലേ ആ തീപ്പട്ടി ന്യൂസിൽ പൊട്ടിയും ബാക്കി ഫേസ്ബുക്കിലെ പിള്ളേരെ നോക്കിക്കോളും. അതെ, എന്നെയൊക്കെ ആരെങ്കിലും പീഡിപ്പിക്കണ്ടേ? പീഡിപ്പിക്കാനല്ല, പീഡിപ്പിച്ചു കൊണ്ടൊന്ന് ആലോചിച്ചാൽ മതി. അതിന് പറ്റി ആരാ ഉള്ളത്? ഉള്ളതി മാന്യം പിടിക്കണ്ട, നമുക്ക് നല്ലത്. മറ്റേ ശരദേവില്ലേ, അയാളെ പീഡിപ്പിച്ചുകൊണ്ട് ന്യൂസ് അനുഭവിക്കാം. പീഡിപ്പിച്ചു നമ്പർ 63/144 സിനിമ കമ്മിറ്റി കേസ് 1 വാദിഭാഗം മോളിക്കുട്ടി. കോടതിയാണ്, അതിൻ്റെതായി മാന്യതയിൽ പെരുമാറണം. അവിടെ പോയിട്ട് ഒരു സിനിമയിൽ അഭിനയിക്കാനാന്ന് പറഞ്ഞ് കൊണ്ടുപോയതാ. അവിടെ ചെന്നത് മാത്രം എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ അവിടെ നടന്നത് പ്രതിഭാഗം ശരണ്യ.
കെട്ടിച്ചമച്ചതാണ്. കാരണം ഈ സ്ത്രീ എനിക്ക് ഇതിന് മുന്നേ പരിചയമില്ല, ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ ഡേറ്റിന് ഞാൻ അബുദാബിയിൽ ഷൂട്ടിന് പോയതിന്റെ ടിക്കറ്റ്സും ഫോട്ടോസും ഞാൻ ഇവിടെ ഹാജരാക്കിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ അങ്ങനത്തെ ശക്തി ഇവിടെ ഇല്ലല്ലോ മോൾക്കുട്ടിയെ. അത് പിന്നെ ഡേറ്റ് മാറിപ്പോയതായിട്ട് അല്ല തന്നെ ഞാനവിടെ കളിച്ചിട്ടുണ്ടല്ലോ, അത് വേണ്ടോ? കഴിഞ്ഞ ആഴ്ച മുളക്കടയിൽ ഒളിഞ്ഞു നോക്കിയിട്ട് പോലീസ് ഓരോ ഉടായ്പ കേസായിട്ട് അറിയിക്കും. സിനിമ കമ്മിറ്റിയുടെ രണ്ടാമത്തെ കേസ് വിളി. നമ്പർ 68/153 സിനിമ കമ്മിറ്റി കേസ് 2 വാദിഭാഗം കാർത്തിക പ്രതിഭാഗം സുരേഷ് കുമാർ. എന്താ വെച്ചുണ്ടായത്? ഒരുപാട് പ്രതീക്ഷകളോടുകൂടിയാണ് മാഡം ഞാൻ ഇൻഡസ്ട്രിയിലേക്ക് വന്നത്. എന്റെ കഴിവുകളിൽ എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു മാഡം. വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ഒരു സപ്പോർട്ട് ഇല്ലാതെയാണ് ഞാൻ ഇവിടെ എത്തിയത്. പക്ഷേ ഈ നീചരൊക്കെ കാരണം കള്ളം, ഒറ്റക്കള്ളാണ് പറയുന്നത്. ആ സമയം ഞാൻ കുളു മണാലി മണാലി മാഡം ഇവിടെ എങ്ങനെയുള്ള ചില വോയിസ് ക്ലിപ്സ് എന്റെ തെളിവുകളായിട്ടുണ്ട് മാഡം. ഞാൻ ഇവിടെ സമർപ്പിച്ചിട്ടുണ്ട്. കാർത്തു പൊന്നെ, ഇവിടെ നല്ല തണുപ്പ. നീയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇത് മാത്രം തെരുവായി ചുട്ടാൻ പറ്റില്ല കുട്ടി. വേറെ എന്തെങ്കിലും സോളിനെ വിളിച്ചിരുന്നു? ഓരോ സിനിമക്കാരെ അതെങ്കിലും മനസ്സിൽ തലവേദനയൊക്കെ. ഇനിയിപ്പം ഉച്ച കഴിഞ്ഞാട്ട് അടുത്ത ഭാഗം റിപ്പോർട്ടിംഗ് അച്ഛൻ. നീ എന്താ വിചാരിച്ച എന്നെ അകത്താക്കാറുണ്ടോ? ഞാൻ അകത്തായാലും ഇത് സോഷ്യൽ മീഡിയയിൽ വൈറലാവും, പിന്നെ ഇതിലും ഫേമസ് ആവും. ഇതൊരു സ്ത്രീക്ക് സംഭവിച്ചത്. ഇങ്ങനെ തന്റെ തൊഴിലിടത്തിൽ വെച്ച് അപമാനിക്കപ്പെട്ടവർ, വിദ്വേഷത്തിനിരയായവർ, അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ എത്രയെത്ര സ്ത്രീകൾ. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എത്തിയ സ്ത്രീകൾ അടുക്കളയിലും അരങ്ങിലും ഇന്നും അപമാനിക്കപ്പെടുന്നു. എല്ലാ മനുഷ്യരെയും പോലെ ജീവിക്കേണ്ടവർ തന്നെയാണ് അവരും. ഈ ലോകം അവരുടേത് കൂടിയാണ്. ഈ ലോകം എല്ലാവരുടേതുമാണ്.